അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. സഹാബത്ത് ചോദിക്കുന്നു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടെ നിന്ന് പറഞ്ഞു തന്നാലും. നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയായി തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ഇന്ന് വഅദ് കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു. വഴിയിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ നിങ്ങളതെടുത്തു മാറ്റിവെക്ക്, നിങ്ങളതെടുത്തു മാറ്റിക്കളഞ്ഞു നോക്ക്. നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന വസ്തുക്കൾ എടുത്തു മാറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് മുത്തുനബി അവിടെ പറയുമ്പോ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നബിയേ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം ഏതുപോലെ എന്നറിയുമോ? ഈ കാണുന്ന സ്ഥാപനത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് അതാ ഒരു കല്ലെടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണോ അത് താഴെ വന്ന് വീഴുന്നത്, ഇതുപോലെ ജനങ്ങളെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപമാണ്. നബി തങ്ങൾ ഉദാഹരണമായി പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ, അത് കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ പടച്ചവനെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാ. നമ്മൾ വിചാരിക്കും പടച്ചവനെ കള്ളു കുടിക്കുന്നവരായിരിക്കാം, വ്യഭിചരിക്കുന്നവരായിരിക്കാം, പലിശ തിന്നുന്നവരായിരിക്കാം, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരായിരിക്കാം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര്, നിങ്ങൾ കേൾക്കണേ. നബി തങ്ങൾ അവിടെ പറഞ്ഞു തരികയാ, ഏതു പാപമാണെന്നറിയോ? നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് 114 സൂറത്തുകള്, 6600 പരം വരുന്ന ആയത്തുകള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പോലും അറിയാത്ത ആരുമില്ലല്ലോ, ഒരായത്തും അറിയാത്ത ആരുമില്ലല്ലോ. നമ്മൾ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ, ഒരുപാട് സൂറത്തുകളും ഒരുപാട് ആയത്തുകളും പഠിച്ചവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഏതെങ്കിലും ഒരു സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ആയത്തുണ്ടല്ലോ, അത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, ഇന്ന് വഅദ് കേൾക്കാൻ കടന്നു വന്ന ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ. പഠിച്ചവനെ 30ാമത്തെ ജുസു, അമ്മ ജുസു പഠിക്കാത്തവരില്ലല്ലോ. എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ, എത്രയോ ആയത്തുകൾ കാണാതെ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ വാപ്പാ, ഓർമ്മയുണ്ടോ പെങ്ങള്? ഈ മറന്നുപോയ സൂറത്തുകളൊന്ന് ഓതിയെടുക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തമാശയാണല്ലോ അല്ലാഹുവിന്റെ കലാം. ആ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം എന്താണ്? അതിന്റെ പവിത്രത എന്താ?
അതിന്റെ സ്ഥാനം എന്താ? അതിനെ എങ്ങനെയാണ് അതിനോട് പെരുമാറേണ്ടത്? നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും കളിയും തമാശയുമാണല്ലോ. ആ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. വീട്ടിൽ വരുന്ന പത്രവും വീട്ടിൽ വരുന്ന മാസികയും അതുപോലും ഞാനും നിങ്ങളും നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കലാമ് പൊടിയടിച്ചിരിക്കുകയാണ്. അതിന്റെ മഹത്വം നമുക്കറിയുന്നില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ ഖുർആനിനെ നിനക്കറിയാനിട്ടാണ്. അതിന്റെ മഹത്വം നീ മനസ്സിലാക്കണോ, അതിനെ നീ ആദരിക്കണോ, അതിനെ നീ ബഹുമാനിക്കണോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുക്കണോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലോ ഏതെങ്കിലും ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പയും ഉമ്മയും പറയുകയാ, ഉസ്താദേ, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, ഞാൻ ഖുർആൻ ഓതിയാൻ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഓതാൻ അറിയില്ല. രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, നിങ്ങൾ ആരും ഓതിയിട്ടുമില്ല. പക്ഷേ കേട്ടവരാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പഠിച്ചവരെ, ഒരുപാട് ദിവസങ്ങളായി ഈ സദസ്സിൽ വന്നവരും മുഴുവനും ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി തന്നല്ലോ, അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തന്നല്ലോ. വഅദിന് പോയാലും പള്ളിയിൽ പോയാലും ക്ലാസ്സിൽ പോയാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുന്നത് കേട്ടവരല്ലേ. പരിഗണിക്കാറുണ്ടോ? നീ അതിനെ ഗൗനിക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുക്കാറുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയുകയല്ലോ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, കള്ള് കുടിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, ശിർക്ക് ചെയ്യുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല. പിന്നെ ആർക്ക് കൊടുക്കുന്ന ശിക്ഷ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, പരിഗണിക്കാത്ത പെങ്ങളെ, നിനക്കല്ലാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവനുണ്ടല്ലോ, നിസാരമാണല്ലോ, തമാശയാണല്ലോ, അതിനെ പരിഗണിക്കുന്നില്ലല്ലോ. ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാണ്, ഇവന്മാർക്ക് പിരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമാക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? 10 ശിക്ഷയാണ് ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്നലെ വരെ വഅദ് കേട്ടതുപോലെയല്ല, ഇന്നലെ വരെ വഅദ് കേട്ടതുപോലെയല്ല. ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ മാത്രം ഞാൻ ഓതിത്തരാ, ഒരു ഹദീസും എന്ന് പറയുകയില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ഞാൻ ഇങ്ങനെ എണ്ണി എണ്ണി ഓതിത്തരാ. അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാ. നീ അത് ബഹുമാനിക്കണേ, നീ അതിനെ ആദരിക്കണേ, അതിനെ നീ ഉൾക്കൊള്ളണേ. അല്ലാതെ എല്ലാ വഅദ് കേൾക്കുന്നത് പോലെ കേട്ടിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ
പെങ്ങളെ സാധാരണ വന്നിരുന്നു പോകുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനാണ് നിന്റെ പരിപാടിയെങ്കിലോ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാ. നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ കലാമാ, വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്ക് അല്ലാഹു ഭയാനകമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്തവരുണ്ട്. അല്ലാഹു പറയുകയാ, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അല്ലാഹു നാളെ അതിനെക്കുറിച്ച് നമ്മളോട് വിചാരണ ചെയ്യുമെന്ന്. ആ ഖുർആനിനെ കുറിച്ച് പോലും അല്ലാഹു നമ്മളോട് നാളെ വിചാരണ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ കലാമ കേൾക്കുന്നവരാ, ഓതുന്നവരാ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറയുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കുന്നവരാ. പക്ഷേ നമ്മൾ അതിനെ പരിഗണിക്കാതെ വരുമ്പോൾ, അതിനെ നിസ്സാരമായി കാണുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില ചെറുപ്പക്കാര്, പടച്ചവനെ അല്ലാ, മക്കള് വല്ലാത്ത ഒരു സങ്കടത്തിലാണ്. എന്താ കാരണമെന്നറിയുമോ? എന്റെ വാപ്പയ്ക്ക് 55 വയസ്സായി, 60 വയസ്സായി, വാപ്പയുടെ മുടിയെല്ലാം നരച്ചു. എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, വാപ്പയുടെ തൊലിയെല്ലാം ചുളുങ്ങി. വാപ്പയുടെ ജ്യേഷ്ഠനും അനുജനും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ആറടി മണ്ണിനടിയിലേക്ക് ചെന്നു. എന്റെ വാപ്പയാണെങ്കിൽ ഈ പ്രായമാകിട്ട് പോലും നമസ്കരിക്കുന്നില്ലല്ലോ, ഖുർആൻ ഓതുന്നില്ലല്ലോ. എന്റെ വാപ്പ പടച്ചവനെ ദിക്റുകൾ പറയുന്നില്ലല്ലോ. എന്റെ വാപ്പ ഒരു നല്ല കാര്യവും ചെയ്യാറില്ല. വാപ്പയുടെ ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ല. പ്രായം ചെന്നിട്ടും എന്റെ വാപ്പയുടെ സ്വഭാവങ്ങൾ വളരെ മോശമാണ്. കള്ളു കുടിക്കുന്നുണ്ട്, വാപ്പയ്ക്ക് വ്യഭിചാരത്തിന്റെ സ്വഭാവമുണ്ട്. എന്റെ വാപ്പയുടെ നാവെടുത്താൽ വാപ്പ പറയുന്നത് മുഴുവനും വൃത്തികേടുകളാണ്. എന്റെ വാപ്പ പ്രായം ചെന്നിട്ട് പോലും നന്നാകുന്നില്ലല്ലോ. ഉസ്താദേ, എന്റെ വാപ്പയൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. എത്രയോ പേര് പറയാറുണ്ട്, എത്രയോ പേര് പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മുടിയെല്ലാം നരച്ചുപോയ നിന്റെ വൃദ്ധയായ മാതാവുണ്ടല്ലോ, 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടിവിയുടെ ഫ്രണ്ടിലാണ്. തലമറയ്ക്കാറില്ല, ഔറത്ത് മറയ്ക്കാറില്ല. ഉമ്മാടെ നാവിൽ നിന്ന് പടച്ചവനെ ഏശനിയും പരദൂഷണവും, പടച്ചവനെ നാവെടുത്താൽ പറയുന്നത് മോശമായ കാര്യങ്ങളാണ്. റബ്ബേ, എന്തെങ്കിലും പറഞ്ഞ ശാപമാണ്, കുത്തുവാക്കുകളാണ്. പടച്ചവനെ, കുട്ടികൾ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മ പ്രായമായിട്ടും എന്തേ നന്നാകാത്തത്? എന്റെ ഉമ്മയ്ക്ക് എന്തേ പറ്റിയത്? ഒരു മനുഷ്യന് പ്രായമായ നന്നാകുമല്ലോ, വയസ്സായ നന്നാകുമല്ലോ. എന്റെ ഉമ്മയ്ക്ക് എന്തേ പറ്റിപ്പോയതെന്ന് കരുതുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എന്റെ മക്കളെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ. അവന് കള്ളു കുടിക്കുന്നു, അവൻ മോശമായ ജീവിതം നയിക്കുന്നു, എന്നെ തല്ലുന്നു ഉസ്താദേ, വാപ്പാനെ ചീത്ത വിളിക്കുകയാണ്, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്, അവന്റെ സ്വഭാവം വല്ലാത്ത മോശമാണ്. എന്റെ മക്കൾ എന്തേ ഇങ്ങനെയായി പോയത്? നന്നാകുന്നില്ലല്ലോ, നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏറ്റവും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. പ്രണയം തലയ്ക്ക് പിടിച്ചു. അല്ലാഹുവേ, ആരുമറിയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാ. അവസാനം പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവേ, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ വാപ്പയും കൂടപ്പറപ്പുകൾ മുഴുവനും തല്ലുകയാണ്. അവളെ വല്ലാതെ വേദനിപ്പിച്ചു, അവളുടെ ശരീരം വല്ലാതെ വേദനിപ്പിച്ചു. നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പെണ്ണെ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? 18 വയസ്സുകാരിയെ തല്ലിയിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിട്ടും അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവളെ വീടിനകത്തിട്ട് തല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവ് ഓടിച്ചെന്നിട്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ തല്ലല്ലേ. എന്നിട്ട്
ആ പെൺകുട്ടികളുടെ കാലിൽ പിടിച്ചു മാതാവ് കരയുകയാ. വേണ്ട മോണ്ടേ, എന്റെ പൊന്നുമോളെ, ഇങ്ങനെ വേണ്ട. അവൻ അങ്ങ് നമ്മുടെ മതം പോലുമല്ല, അവനോടൊപ്പമുള്ള ഒരു ജീവിതം വേണ്ട. പൊന്നുമോളെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. പോയി കഴിഞ്ഞാ നാണക്കേടാ. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യലല്ലാതെ വഴിയില്ല. ഉമ്മാന്റെ പൊന്നുമോൾ ഇറങ്ങി പോകല്ലേ. മാതാവ് കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ. 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. തന്റെ പൊന്നാര മകൾക്ക് വേണ്ടി ജീവിച്ച വാപ്പയുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന വാപ്പയുണ്ടല്ലോ. പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ, നാട്ടുകാരുടെ മുന്നിൽ ഇനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. നീ നിന്റെ സഹോദരിമാരെ കുറിച്ച് ഓർക്ക്. അനിയത്തിമാരില്ലേ, അവർക്കൊരു നല്ല ജീവിതം കിട്ടില്ലല്ലോ. അള്ളാനെ മറക്കല്ലേ മോളെ. കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പൊന്നുമോളുടെ തീരുമാനം മാറ്റണമെന്ന് പറയുമ്പോ 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, കൂട്ടുകാര് വന്നോ, പള്ളി കമ്മിറ്റിക്കാർ വന്നോ, പള്ളിയിലെ ഖതീബിനെ വിളിച്ചുകൊണ്ട് വന്നോ. 18 വയസ്സുള്ള പെണ്ണിന്റെ മുന്നിൽ നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും മസ്റയെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തു. മോളെ, അല്ലാഹനെ മറക്കല്ലേ. ഈമാനില്ലാതെ മരിച്ചു പോകും പെണ്ണേ. ഉസ്താദ് എല്ലാം പറഞ്ഞു കൊടുത്തു. 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുകയാ, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, അതോ ഇന്നലെ കണ്ടവനെ വേണോ എന്ന് ചോദിക്കുമ്പോ എനിക്കിവനെ മതി എന്ന് പറഞ്ഞവന്റെ കൂടെ കയ്യിൽ പിടിച്ചുകൊണ്ടിറങ്ങി പോവുകയാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് മാതാവും പിതാവും കരയുകയാ, കുടുംബക്കാര് കരയുകയാ. അവര് യാചിക്കുമ്പോ പടച്ചവനെ ഒരു പേടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ ആ വന്ന ചെറുപ്പക്കാരന് പേടിയുണ്ട്. പക്ഷേ ഇറങ്ങി പോകുന്ന മുസ്ലിം പെണ്ണിനൊരു പേടിയുമില്ല. അവന്റെ കൂടെ കയറിയിരുന്ന സെൽഫി എടുക്കുകയാണ്. അവരുടെ ദേവാലയങ്ങളിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന യുവത്വമേ, ഇത് കാണുമ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാ, എന്റെ മകൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ പടച്ചവര്. ഞാൻ കരഞ്ഞാൽ എന്റെ മുഖമൊന്നു വാടിയാ എന്റെ പൊന്നുമോളുടെ കണ്ണ് നിറയുമായിരുന്നല്ലോ. ആ മകളാണല്ലോ ഞാൻ നിലവിളിച്ചിട്ട് പരിഗണിക്കാതെ പോയത്, മരിക്കുമെന്ന് പറഞ്ഞിട്ട് പരിഗണിക്കാതെ പോയത്. എന്റെ മകൾക്ക് എന്ത് പറ്റി പടച്ചവന്? എന്റെ മകളുടെ മനസ്സെന്തേ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനതിന്റെ കാരണം പറഞ്ഞു തരാം. പ്രായമായിട്ടും നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നന്നാകാത്തതിന്റെ കാരണം എന്താ? ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പടച്ചവരെ ഇന്നത്തെ യുവതലമുറ നന്നാകാത്തതിന്റെ കാരണം എന്താ? മരണമല്ല, ഖബറല്ല, നരകമല്ല, ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കൊരു കൂസലുമില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ഒന്നാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ.
പടച്ചവനെ അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്നവനുണ്ടല്ലോ, പരിഗണിക്കാത്തവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹുവേ, അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഈമാനിന്റെ വെളിച്ചം കേറൂല, അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, പിന്നെ അവനെ നന്നാക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. പടച്ച റബ്ബവനെ കൈവിടുകയാണ്, അല്ലാഹു എഴുതി തള്ളുകയാണ്. 18 വയസ്സുള്ള മകളുടെ മുന്നിൽ വാപ്പയും ഉമ്മയും കൂടപ്പറപ്പും കുടുംബക്കാരും കാരണവന്മാരും കൂട്ടുകാരും നാട്ടുകാരും കമ്മറ്റിക്കാരും ഉസ്താദന്മാരും ആരൊക്കെ പറഞ്ഞിട്ടും നിന്റെ മകള് നന്നാകാത്തതിന്റെ കാരണം പറയാ. നിന്റെ 18ഉം 20ഉം വയസ്സുള്ള മകനുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞിട്ടും നന്നാകാത്തതിന്റെ കാരണം, ആരുടെ മുന്നിൽ കൊണ്ടുപോയിട്ടും മക്കള് നേരെയാകാത്തതിന്റെ കാരണം, അതിന്റെ കാരണം എന്തെന്നറിയോ? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഹൂ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. വല്ലാതെ ഭയത്തോടെ നിനക്കതിന്റെ ആഴത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ പേടിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവന് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ പറയുകയാ, വഇൻ തദൂഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒന്നാമത്തെ ശിക്ഷ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തേതെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ടാമതായി പറയുകയാ. പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറയുമല്ലോ, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, അഹങ്കരിക്കരുത്. മോനെ, പടച്ച റബ്ബിനെ മറന്ന് നടക്കരുത്, അല്ലാഹനെ പേടിച്ച് നടക്കടാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. പെങ്ങളെ, തലമറക്ക്, ഔറത്ത് മറക്ക്. അല്ലാതെ തോന്നിവാസികളെ പോലെ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് പുറങ്കാല് കൊണ്ട് പടച്ച റബ്ബിനെ ചവിട്ടി തേച്ച് നാണം കെടുത്തിയിട്ട് നടക്കല്ലേ. അല്ലാഹുവേ, ഇങ്ങനെ നടക്കുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബ് നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാണ്. 3000 കൊല്ലമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ, നരകത്തിലെ തീയുടെ 70 അംശമാണ് ദുനിയാവിലെ തീയ്. ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്നത്തെ യുവത്വം ചോദിക്കുന്നു, ഉസ്താദേ, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദേ? എവിടെയാ നരകമിരിക്കുന്നത്? എവിടെയാണ് നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് നരകമിരിക്കുന്നതെന്ന് പുച്ഛത്തോടെ കളിയാക്കി പരിഹസിച്ച് എന്റെ പ്രിയപ്പെട്ട യുവത്വം അവിടെ നിന്ന് ചോദിക്കുമ്പോ, നിനക്ക് നരകത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? എവിടെയാ ഉസ്താദേ നരകമിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ മോനെ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസം വേണ്ട. കണ്ടാ വിശ്വസിക്കുമോടാ? നിന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടാ നീ വിശ്വസിക്കുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ഇല്ലെന്ന് പറഞ്ഞു നടക്കുന്ന യുവത്വേ, അല്ലാഹുവേ, നരകത്തെ കാടുമടി പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് പറയുക,
പറയുകയാ. +1 +2 പഠിക്കുന്ന, കോളേജിൽ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന എന്റെ പെൺകുട്ടികളോട് പറയുകയാ, മോളെ നരകമുണ്ടെന്ന് പറയുമ്പോ നീ പരിഹസിക്കുകയല്ലേ, നീ കളിയാക്കുകയല്ലേ. മോളെ നരകം എവിടെയായിരിക്കുന്നതെന്ന് കാണണോ? അല്ലാഹു കാണിച്ചു തരും പെണ്ണേ. മോളെ നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ. എടാ ചെറുപ്പക്കാരാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമല്ലോ. അന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. മണ്ണിനടിയിൽ കിടക്കുന്നവര് മുഴുവനും എഴുന്നേക്കുകയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് എഴുന്നേക്കുകയാ. അതാ പടച്ചവനെ ഉടുതുണിയില്ലാതെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. അല്ലാ, മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ മലക്കുകൾ ഇങ്ങനെ നയിക്കുകയാ. ആണും പെണ്ണുമെല്ലാം ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രീതിയിൽ അല്ലാ പടച്ചറബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായല്ലോ, മഴ പെയ്തല്ലോ. എന്നിട്ടും നിങ്ങളുടെ ശരീരം വിയർക്കുന്നില്ലേ? പലർക്കും വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ? എങ്കിൽ ഇതൊന്നും ഒരു പ്രയാസമല്ലടോ. അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. അന്ന് ചെമ്പിന്റെ തറയിൽ തുണിയില്ലാതെ നിരത്തി നിർത്തുമല്ലോ. അന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ. അല്ലാ താഴേക്ക് ഇറങ്ങി വരികയാ. അതാ തലയുടെ മുകളില്, ഒരു ചാണ് മുകളില് ആ സൂര്യന് അല്ലാഹു ഇങ്ങനെ താഴേക്ക് ഇറക്കുകയാ. ചിന്തിക്കു പെണ്ണേ, ചിന്തിക്കു ചെറുപ്പക്കാരാ. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന അള്ളാന്റെ സൂര്യനുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ ഈ തലയുടെ മുമ്പില്, ഈ തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു ഇങ്ങനെ ഇറക്കി നിർത്തുമ്പോ തുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരും നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പടച്ചവനെ, വീട് കെട്ടുന്ന ചെറിയ കട്ട കണ്ടിട്ടുണ്ടോ? ഇഷ്ടിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് ഇഷ്ടികയുണ്ടാക്കുകയാണ്. അത് ഉണങ്ങിക്കഴിയുമ്പോ നിരത്തി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിച്ചതിന്റെ കളറ് മാറ്റുകയാ. ആ ചൂളയൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാള, അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. ഇതുപോലെ നാളെ പരലോകത്ത് വെച്ച് ജനങ്ങളുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാ. ഇങ്ങനെ കൊണ്ടുവരാനാട് ഈ ഭയാനകമായ നരകത്തെ എങ്ങനെ കൊണ്ടുവരാനാ? എനിക്കതിന് കഴിയില്ലല്ലോ. മാലിക്കേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബിന്റെ കൽപ്പനയാ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാറ്. സുബ്ഹാനല്ലാഹ്,
നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ. അവിടെന്ന് പറയുന്നു ചങ്ങല എടുത്തു കൊണ്ടുവരാറ്, നരകത്തിന്റെ ചങ്ങല എടുത്തു കൊണ്ടുവരാറ്. ആ നരകത്തെ ബന്ധിപ്പിക്കണമല്ലോ. അല്ലാഹുവേ, മലക്കുകൾ പോയി ചങ്ങല എടുത്തു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങല, 70,000 ചങ്ങല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുനിയാവിലെ ചങ്ങല കണ്ടിട്ടില്ല മോനെ? ആനയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല കണ്ടിട്ടില്ല? അതിന്റെ കൊളുത്തുകളുടെ വലിപ്പം കണ്ടിട്ടില്ല? എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ. ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയണോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങലയുണ്ടല്ലോ. 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്. പേടിച്ചു വിറച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. നാളെ കൊണ്ടുവരുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ നരകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച പെണ്ണ് ചുമ്മാതെയാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ പറയുമടാ മോനെ, നീ പറയും പെങ്ങള്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അവിടെന്ന് വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, എന്റെ കണ്ണുകൊണ്ട് കാണുന്നു അല്ലാഹ്. നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ അദാബുകൾ കണ്ടു നാഥാ. വസമിഅനാ, ആ നരകം കിടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, വിശ്വാസമായല്ലോ, ഉറപ്പായല്ലോ, എനിക്കൊരവസരം തരണേ അല്ലാ എന്ന് പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് മോനെ നിസ്കരിക്കടാ.